അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ കണക്കങ്ങനെ തന്നെയാണല്ലോ. നോക്കി നിങ്ങൾ, ഒരു മനുഷ്യൻ ഒരു പറമ്പിനെ കൂടെ നടന്നു പോവുക, അവന് തലയിൽ തേങ്ങ വീഴുന്നു, അവനവിടെ കിടന്ന് മരിക്കണം. അള്ളാഹിന്റെ ഖദർ അവിടെ കൃത്യമായി നടക്കണം. എന്തെല്ലാം കണക്കവിടെ ശരിയാകണം. ഓൻ നടന്ന് തെങ്ങിന്റെ ചോട്ടിലെത്തണം. ആ എത്തിയ മാത്രം പോരാ, ഓന്റെ തലമല വന്ന് വീഴാൻ തക്ക വിധം ഞെട്ടിയെത്തണം. തേങ്ങന്റെ ഞെട്ടിയെത്തിയാലും പോരാ, ആ തലയിൽ എത്തുന്ന ആ കാൽക്കുലേഷൻ കൃത്യമായിട്ട് വരണം. ഖദറാണ്, അള്ളാഹുവിന്റെ ഖദറ. മനസ്സിലായില്ലേ? ആ മരണത്തിന്റെ ആ പോയിന്റിലേക്ക് റഹ്മാനായ അള്ളാഹു നമ്മളെ കൊണ്ടുപോയിട്ട് ആ കണക്കನ್ನು ശരിയാക്കുക. അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തിന്റെ കണക്ക്, ഈ കണക്ക് ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കണം നമ്മളാണ്. ദിവസത്തിനൊരു ആരംഭമുണ്ട്, അതുപോലെ ദിവസത്തിന് അവസാനമുണ്ട്. ദിവസം എവിടെയാണോ ആരംഭം, അതിന് തൊട്ടടുത്തുള്ളത് അവസാനിക്കണതുണ്ട്. അതേ പോയിന്റിൽ തന്നെയാണ് 360 ഡിഗ്രിയും 0 ഡിഗ്രി വരെയാണ് പുറത്തുള്ളത്. അപ്പൊ ഭൂമിക്ക് വെള്ളിയാഴ്ച ദിവസം ആരംഭിച്ചാൽ ആ വെള്ളിയാഴ്ച ദിവസം അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് എവിടെയെങ്കിലും ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു തആല ഭൂമി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നല്ല ഈ കണക്കിൽ നിന്ന് മനസ്സിലാകണത്. അത് 1883 ക്യാപ്റ്റൻ ലുക്ക് എന്ന് പറയുന്ന ഒരാള് സയന്റിഫിക്കലായിട്ട് പോലും ബഹറിന് മുഴുവൻ സമുദ്രത്തിന് മുഴുവൻ സഞ്ചാരം നടത്തിയിട്ട് ഫിജി ദ്വീപിലും സമോവ ദ്വീപിലും ചെന്നിറങ്ങിയപ്പോൾ മനസ്സിലായി. അവിടെയാണ് ദിവസം മാറുന്ന മേഖലകൾ മനസ്സിലായി. അവിടെയാണ് ദിവസത്തിന്റെ ആരംഭം മനസ്സിലായി. അവിടെയാണ് ശാസ്ത്രലോകം ഡേറ്റ് ലൈൻ ഫിക്സ് ചെയ്തത്. ഐഡിയൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അവിടെ ദിവസം ആരംഭിക്കുന്നത്, അവിടെ തന്നെ ദിവസം അവസാനിക്കണം. അപ്പൊ ആ ദിവസം ആരംഭിച്ച ആളുകൾ അവിടെ ഇബാദത്ത് ദിവസത്തിന്റെ ആദ്യത്തെ ചെയ്തു വരണം. അങ്ങനെ വന്ന് വരും. ഒരു 6.5 മണിക്കൂർ മുമ്പ് നമുക്ക് മുമ്പ് ജുമാ നിസ്കരിക്കുന്ന ഫിജിക്കാർ നമ്മൾ 6.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ ഉച്ചയാകുമ്പോൾ നിസ്കരിക്കും. അങ്ങനെ നമ്മളിൽ നിന്ന് പിന്നെയും കുറെ മണിക്കൂറുകൾ കഴിയുമ്പോൾ 2.5 മണിക്കൂർ കഴിയുമ്പോൾ സൗദി അറേബ്യക്കാർ ജുമാന്റെ ടൈം ആകുമ്പോൾ ജുമാ നിസ്കരിക്കും. വെള്ളിയാഴ്ച ഇരിക്കുന്നത് ഫിജിക്കാർ വെള്ളിയാഴ്ച ജുമാ ഇറങ്ങിയത്, ഇന്ത്യക്കാർ ഇരിക്കുന്ന ജുമാ വെള്ളിയാഴ്ച തന്നെയാണ്. ഞാൻ ആ ദിവസം അങ്ങനെ പോയി ആഫ്രിക്കയിലെത്തും, പിന്നെ അമേരിക്കയിലെത്തും. അമേരിക്കക്കാരും അവരുടെ ഉച്ചയാകുമ്പോൾ ജുമാക്ക് വെള്ളിയാഴ്ച നിസ്കരിക്കും. അങ്ങനെ അവസാനം അമേരിക്ക ബോർഡറിങ് കഴിഞ്ഞ് ആ പസഫിക് ഓഷനിലൂടെ പോയിട്ട് ഡേറ്റ് ലൈനിൽ ദിവസം അവസാനിക്കുമ്പോൾ ലോകത്തോട് ജുമാ അവസാനിക്കും. സോമാവ ദ്വീപുകളുടെ അവസാനം ജുമായിട്ടിരിക്കും. ഇതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും വരണം. ഇത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉറക്കം നടിക്കാൻ പറ്റില്ല. ഞങ്ങളും സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ സഹോദരങ്ങളായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്തടുത്ത പ്രദേശങ്ങളിലെല്ലാം ഈ സന്ദേശം എത്തിക്കണം. ഈ യാഥാർത്ഥ്യം ജനങ്ങളിൽ പഠിപ്പിച്ചേ പറ്റൂ. ലോകം മുഴുവനും ഒരു ദിവസത്തിന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയ ഒരു കലണ്ടർ ഉദ്ഘാടനം ചെയ്ത് ഞാൻ പറഞ്ഞ നേരത്തെ മണിക്കക്കാരനെ സാക്ഷ്യം നിർത്തി മഹാനായ അബ്ദുൽ സമദ് ഖാത്തിബ് കലണ്ടർ എടുത്തിട്ട് ഉമർ മൗലവിക്ക് കൊടുത്തിട്ട് സാക്ഷ്യം വെച്ചത്. അദ്ദേഹത്തെ അന്നത്തെ പ്രസ്താവന എന്താണെന്നറിയോ? ലോകത്തിന് ഒരു ദിവസം ആരാധനയുടെ ഏകീകരണം വരണമെന്നാണ്. ഇത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാന നേതാക്കന്മാർ ഇത് തന്നെയാണ്. ഉമർ മൗലവി നവോത്ഥാന പ്രസ്ഥാന നേതാവല്ലേ? അബ്ദുൽ സമദ് മൗലവി ആയിരുന്നില്ലേ? അലിമണിക്കുമായിരുന്നു. ഇപ്പോഴാണ് മുമ്പ് പറ്റാതായത്. കുട്ടിയൊന്നും തന്നെയായിരുന്നു ആ കാലത്തിൽ ഇങ്ങനെ കൊണ്ടിറങ്ങിയിരുന്നു. അവർ ഊർജം മുഴുവൻ ഊറ്റിയെടുത്തു. അവസാനം ഇപ്പോ അവര് യാഥാർത്ഥ്യത്തിനെതിരാണ് നിങ്ങളെന്ന് പറഞ്ഞതിന്റെ പേരില് നമ്മൾ ഈ മാറ്റി നിർത്തുന്നു എന്നതല്ലേ ഉള്ളൂ അതിന്റെ സത്യം. പക്ഷെ അതൊന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടെ കലണ്ടർ, ഇസ്ലാമിന്റെ കലണ്ടറുണ്ട്. ആ കലണ്ടർ കൃത്യതയാർന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് ശാസ്ത്രീയമായ കലണ്ടറാണ്. ഗ്രിഗോറിയൻ ഉണ്ടാക്കിയ ഒരു മാസത്തിന് 4 അളവുകളുള്ള 28, 29, 30, 31 ഇങ്ങനെ ദിവസങ്ങൾ അടയാളപ്പെടുത്തിയ മാസമല്ല ഇസ്ലാമിന്റേത്. റസൂൽ പറഞ്ഞ അക്ഷരഹാക്കഥ മാസം ഇങ്ങനെയാണ്. 3 തവണ കയ്യിൽ കാട്ടി 30 കാണിച്ചു, പിന്നെ ഒരു വിരൽ അമർത്തിയിട്ട് 29 കാണിച്ചു. മാസം എങ്ങനെയാണ്? അതുകൊണ്ട് നിങ്ങളത് കണ്ടുപിടിക്കണം. അഹില്ല നോക്കിയാൽ മതി. ഖുർആൻ പറഞ്ഞു ഹജ്ജ് തീരുമാനിക്കാനും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലാഹു തആല അഹില്ലത്തിനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കണ്ടുപിടിക്കാൻ പ്രവാചകൻ പറഞ്ഞു. അത് നിങ്ങൾ എന്ത് വേണം? അതിന്റെ അഹില്ല മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കി. ഇതാണ് വിഷയത്തിന്റെ മർമ്മം. ഇതിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളോട് ഒരു വിയോജിപ്പ്. ബാക്കി എല്ലാ കാലത്തും ഞങ്ങളൊക്കെ വിചാരികൾ തന്നെയാണ്. ഒരു വിഷയമല്ല. ഈ ഒരു വിഷയം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഈ നാട്ടുകാരായ ആളുകളെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമോ അതൊക്കെ പ്രസ്ഥാനം കൊണ്ട് ജയിപ്പിക്കാൻ ശ്രമിക്കണം. ഇതിന് ഭിന്നിപ്പിന് പ്രശ്നമില്ല. ഇവിടെ അനൈക്യത്തിന് പ്രശ്നമില്ല. ഒറ്റപ്പെട്ടു പോകുമെന്നാണ് ഒരു നേതാവ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടല്ലേ? നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് പറയുന്നത് നിങ്ങളെ നാടുകളെ പിന്തുണക്കുന്നുണ്ടോ? നിങ്ങൾ APSക്കാരെ പിന്തുണക്കുന്നുണ്ടോ? നിങ്ങളുടെ പേര് സമസ്തന്റെ ഏതെങ്കിലും വിഭാഗങ്ങൾ പിന്തുണക്കുന്നുണ്ടോ? ജമാഅത്തുകാരെ പിന്തുണക്കുന്നുണ്ടോ? കാദിയാനികളെ പിന്തുണക്കുന്നുണ്ടോ? തബ്ലീഗികളെ പിന്തുണക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊറ്റക്ക് തന്നെയാണ്. പിന്നെന്തിനാ ഇക്കാര്യം പറയാൻ പേടിക്കണം?
എന്ന് ഞാൻ മടവൂർ വിഭാഗത്തിലുള്ള ആൾക്കാരോട് പറഞ്ഞു നോക്കി. അതുപോലെ തന്നെ കാനേജാലോട് പറഞ്ഞു, അവരും പറഞ്ഞു മൗലവി അങ്ങനെ പറയില്ല, ഇപ്പൊ ഒരു ഐക്യം ഉണ്ടല്ലോ കേരളത്തില്, അത് തകർക്കല്ലേ. കേരളത്തിലെ ഐക്യം മാത്രം അല്ല പറഞ്ഞത്, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പനയാണ് ഖുർആന്റേത്, ലോകത്തിന്റേതാണത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യത്തിൽ പ്രഖ്യാപിച്ചുകൂടാ? അറഫായിൽ ജനങ്ങൾ നിൽക്കുന്നത് ഈ തിങ്കളാഴ്ചയാകുന്നു, അന്ന് ദിൽഹിജ്ജ 9 ആകുന്നു എന്ന് സയൻസ് ലോകം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അറഫ നോമ്പ് ഈ തിങ്കളാഴ്ച നോക്കണം എന്ന് പറയാൻ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ആദർശം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങണമോ? ആരുടെയെങ്കിലും മുമ്പിൽ നമസ്ത പറയുന്നു ഇത് പറയാൻ? നിങ്ങൾക്ക് ഈമാനിന്റെ പിന്തുണ പോരെ, സത്യത്തിന്റെ പിന്തുണ പോരെ, ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ വ്യവസ്ഥയുടെ പിന്തുണ പോരെ? അതുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ജനങ്ങളോട്? ദിൽഹിജ്ജ 10-ാം തീയതി ലക്ഷക്കണക്കിന് ആളുകൾ ആ ബലികർമ്മം നടത്തുന്നു. അത് ചൊവ്വാഴ്ചയാകുന്നു. ചൊവ്വാഴ്ച എന്ന് പറയുന്നൊരു ദിവസം ലോകത്തിന് മുഴുവനുണ്ട്. അന്ന് ആ ലോകത്തുള്ള എല്ലാവരും അവരുടെ സമയപരമായി ഭാഗത്ത് നടത്തണം. ആ ദിവസം മാറാൻ പറ്റില്ല, ദിവസത്തിന്റെ പവിത്രത ലംഘിക്കാൻ പറ്റില്ല. ദിവസങ്ങളുടെ പേര് അള്ളാഹു റസൂലിട്ട് തന്നെയാണ്, നമ്മുടെ അടുത്തതല്ല. ആകെ 7 ദിവസമല്ലേ ഉള്ളൂ, 7 ദിവസത്തിന് പേരുണ്ട്. അത് ഖുർആനും സുന്നത്തിലും വന്നിട്ടുണ്ട് ആ പേരുകളൊക്കെ. അതൊന്നും മുഹമ്മദ് നബി പോലും കണ്ടുപിടിച്ചതല്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുന്നതിന് മുമ്പ് ദിവസങ്ങൾക്ക് പേരുണ്ട്. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നാൻ, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. പ്രവാചകന്റെ മുമ്പും ആ പേരുണ്ട്, ശേഷവും ആ പേരുണ്ട്. ആ ക്രമവുമുണ്ട്. കാരണം അത് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മുതൽക്ക് പേര് വന്നിരിക്കുന്ന, അതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല. അത് മാറ്റുന്നത് കുഫറാണ്, നിഷേധത്തിന് വർധനമാണത്. കാരണം അള്ളാഹുവിന്റെ പവിത്രമാക്കിയതിനെ ലംഘിക്കാൻ പാടില്ല. അള്ളാഹു ചില സ്ഥാനങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും ചില സമയങ്ങൾക്കും ചില മാസങ്ങൾക്കും ഒക്കെ ചില പവിത്രതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ പവിത്രത ലംഘിക്കാൻ പാടില്ല. ഇവിടെ ഒരു പെട്ടിക്കൂട് പോലെ ഒരു കെട്ടിടമുണ്ടാക്കിയിട്ട് അതിന് ചുറ്റും തവാഫ് ചെയ്ത തവാഫാവോ? മക്കത്ത് പോയി തവാഫ് ചെയ്യണം, കഅബക്ക് ചുറ്റും തന്നെ തവാഫ് ചെയ്യണം. മക്കയിൽ ഒരുപാട് കെട്ടിടങ്ങൾ, അവിടെ പോയിട്ട് ഏതെങ്കിലും കെട്ടിടത്തിന് ചുറ്റും കറങ്ങിയാൽ തവാഫാവോ? തവാഫ് കഅബക്ക് ചുറ്റും തന്നെ ചെയ്യണം. കാരണം എന്താ? ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് അതൊക്കെ. ആ ചിഹ്നങ്ങൾ ആദരിച്ചാൽ തഖ്വ, ഹൃദയത്തിലെ തഖ്വയാണത്. ഹജറുൽ അസ്വദിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്, വേറെ ഒന്നും പറ്റൂല. കാരണം എന്താ? ഹജറുൽ അസ്വദിന് അള്ളാഹു തആല ഒരു പവിത്രത വെച്ചിട്ടുണ്ട്. എന്താണ്? തവാഫ് ആരംഭിക്കേണ്ട പോയിന്റായിട്ട് അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് തവാഫ് ആരംഭിക്കണം, വേറെ ഒന്നും തുടങ്ങാനും പറ്റൂല. കഅബയുടെ ഏത് മൂലക്കും തുടങ്ങിക്കൂടെന്ന് വെച്ചാൽ പറ്റില്ല. അള്ളാഹു റസൂൽ നിർണയിച്ചത് അവിടെ തുടങ്ങാനാണ്, അവിടെ നിന്നാണ് അവസാനിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നാം ലോകത്തുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കിയത് മാത്രം. എന്നിട്ട് അവിടെ ഒരു അടയാളം ഭൂഗോളം ഉണ്ടാക്കുമ്പോൾ അതിൽ അടയാളം വെച്ചിട്ടുണ്ട്, ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അത് നമ്മളുടെ ഭാഗമല്ല, നമുക്കൊന്ന് മാറ്റാൻ അധികാരമില്ല. അത് അള്ളാഹുവിന്റെ രേഖയാണത്. റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ് ബൈനഹുമാന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഏതായി റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ്? സാക്ഷാൽ കിഴക്കിന്റെയും സാക്ഷാൽ പടിഞ്ഞാറിന്റെയും അവക്കിടയിലുള്ള പ്രതിഭാസത്തിന്റെ റബ്ബാര അള്ളാഹുവാണ് റബ്ബ്. അത് ഏതാണ്? സാക്ഷാൽ കിഴക്കും സാക്ഷാൽ പടിഞ്ഞാറും ദിവസം ആരംഭിക്കുന്ന മേഖലയാണത്. ബൈനഹുമ, അതിനിടയിലുള്ള പ്രതിഭാസം എന്താ? അവിടെയാണ് ദിവസം മാറുന്ന പ്രതിഭാസം. അവിടെ തന്നെ റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി, റബ്ബുൽ മശാരിഖി വൽ മഗാരിബി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. റബ്ബുൽ മശ്രിഖൈനി, 2 കിഴക്കും 2 പടിഞ്ഞാറോട് അനുഭവപ്പെടും. ഒരേ മേഖലയിൽ തന്നെ ഒരു കൂട്ടർക്ക് സൂര്യൻ അസ്തമിക്കും, മറ്റൊരു കൂട്ടർക്ക് അസ്തമിക്കുന്നത് വേറെ ദിവസത്തിൻ്റെതാണ്. ഒരേ കൂട്ടർക്കുള്ള പ്രതിഭാസമാണത്. പിന്നെ ഓരോ പ്രദേശങ്ങളിലും കിഴക്കും പടിഞ്ഞാറ് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഭൂമിയുടെ അള്ളാഹുവിന്റെ പ്രകൃതി നിയമം കൊണ്ട് ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ റബ്ബുൽ മശാരിഖി വൽ മഗാരിബ് ഉണ്ട്, റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി ഉണ്ട്, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ഉണ്ട്. വമാ ബൈനഹുമാ എന്ന് അവിടെ വ്യക്തമായി അള്ളാഹു പറഞ്ഞു. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ. ഡേറ്റ്. അപ്പൊ ദിവസം ആരംഭിക്കുന്നിടത്ത് ദിവസം ആരംഭിക്കണം, ദിവസം അവസാനിക്കുന്നിടത്ത് ദിവസം അവസാനിക്കണം. ദിവസത്തിൽ ചെയ്യേണ്ട ഇബാദത്ത് ആ ദിവസം ചെയ്തിരിക്കണം. വെള്ളിയാഴ്ചയുടെ ജുമുഅ വെള്ളിയാഴ്ച ചെയ്യുന്നത് പോലെ, തിങ്കളാഴ്ചയുടെ ഇബാദത്ത് തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് പോലെ, വെള്ളിയാഴ്ചയുടെ ഇബാദത്തായ വ്യാഴാഴ്ചയുടെ ഇബാദത്തായ നോമ്പ് വ്യാഴാഴ്ച ചെയ്യുന്നത് പോലെ, മുഹറം 10 എന്ന് പറയുന്ന തീയതിയിൽ ആ നോമ്പ് നോക്കുന്നത് പോലെ മുഹറം 10 മുഹറം മാസത്തിൽ 10-ാം തീയതി നോമ്പുണ്ടല്ലോ, അത് അങ്ങനെ നോക്കണം. അതിന് ആ ഡേറ്റിന് ഒരു ദിവസം ഉണ്ടാവും. ആ ഡേറ്റ് ഏതാണ്? 10. അത് തിങ്കളാഴ്ച ആണെങ്കിൽ ലോകം മുഴുവൻ ആ തിങ്കളാഴ്ച നോമ്പ് നോക്കണം. അത് മാറ്റിവെച്ചാൽ ഇസ്ലാമിന്റെ പവിത്രത ലംഘനമാണ്. അതുപോലെ തന്നെ ഷബാബിലെ അൽമനാർ, സുല്ലമുസലാം 3 മുസ്ലിം പ്രധാനപ്പെട്ട കലണ്ടറുകളാണ്. ആ കലണ്ടറിൽ നോക്കൂ നിങ്ങൾ. ഒരു കലണ്ടറിന്റെ കോലാണ്, ഒരു കലണ്ടറിന്റെ കോലാണ്. നോക്ക്, ദുൽഹിജ്ജ 9 തിങ്കളാഴ്ച, അന്നാണ് അറഫാ ദിനം.
ചന്ദ്രിക കലണ്ടറിൽ അന്ന് തിങ്കളാഴ്ച ശുദ്ധശൂന്യ ദിനം, അന്ന് അറഫയില്ല, വെള്ളിച്ചില്ല, ഒന്നുമില്ല. ശബാബിലെ കലണ്ടറിൽ അന്ന് തിങ്കളാഴ്ച അറഫ ദിനം എന്ന് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ശബാബുകാരായ ആളുകൾക്ക് അറഫപ്പെടാൻ ചോദിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല, വിളിച്ചാൽ. അതിന് തൊട്ടടുത്ത് അൽമനാർ കലണ്ടർ കാണിച്ചിട്ടുണ്ട്, ശുദ്ധശൂന്യം, തിങ്കളിന് മാത്രമേ എഴുതിച്ചിട്ടുണ്ട്. 15-ാം തീയതി 15/11/2019 എഴുതിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എഴുതിച്ചിട്ടുണ്ട്. അറഫയില്ല, വെള്ളിയാഴ്ചയില്ല, ഈദുല്ലതയല്ല. അതുപോലെ തന്നെ സുന്നത്ത് മുസ്ലിമിന്റെ കലണ്ടർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച, നമുക്ക് നിങ്ങളുടെ കലണ്ടറായത് ചൊവ്വാഴ്ച ചന്ദ്രിക കണ്ട് അറഫ ദിനം. അന്ന് ഈദുല്ലതയാണ് മക്കത്തും മദീനത്തും ലോകത്ത് മുഴുവൻ. അന്ന് എഴുതി വെച്ചിരിക്കുന്നത് അറഫ ദിനം ചൊവ്വാഴ്ച. അത് ശബാബ് കലണ്ടർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഈദുൽ അദ്ഹ. മുസ്ലിം കലണ്ടറിന്റെ 4 ചിത്രമായി കാണുന്നത്. എങ്ങനെയാണ് നമ്മളെ ലോകം കണക്കാക്കുക? കഴിയില്ല. അൽമനാറിൽ ചൊവ്വാഴ്ച അറഫ ദിനം, ഷബാബ് കലണ്ടറുമായി തന്നെ. അതുപോലെ തന്നെ സുല്ലമുസ്സലാമിലെ കലണ്ടറും ചൊവ്വാഴ്ച അറഫ ദിനം. പിന്നെ ദുൽഹിജ്ജ 11 അല്ലെങ്കിൽ ദുൽഹിജ്ജ 11-ാം തീയതി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബുധൻ, ഈദുൽ അദ്ഹ, ചന്ദ്രിക കലണ്ടർ. പിന്നെ ശബാബ് ശുദ്ധശൂന്യ ദിനം 11-ാം തീയതി അവർക്ക്, അതുകൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ അൽമനാർ കലണ്ടർക്ക് ഈദുൽ അദ്ഹ, ചന്ദ്രികന്റെ ഒപ്പം, ശബാബാണില്ല. അതേപോലെ തന്നെ സുല്ലമുസ്സലാം ഈദുൽ അദ്ഹ അടയാളപ്പെടുത്തിയിരിക്കാം. എന്നിട്ട് ഈ കലണ്ടർ പ്രസിദ്ധീകരിക്കുന്ന ആളുകളാണ് ലോകത്ത് എവിടെ കൊണ്ടായാലും തൂക്കിയിടാൻ പറ്റിയ കലണ്ടറാണ് മഹാനായ അലിമണിക്ക് ലോകത്തിന്റെ മുമ്പിൽ ചിത്രം വെച്ചു കൊടുത്തിട്ടുള്ളത്. ചന്ദ്രനിൽ കൊണ്ടേ തൂക്കിയിട്ടാലും ഒരു ദിവസത്തിന് ഒരു കലണ്ടർ, ഒരു ദിവസം തീയതി. അത് അമേരിക്കയിലും കൊണ്ടേ ഉപയോഗിക്കാം, തമിഴ്നാട്ടിലും ഉപയോഗിക്കാം, സൗദി അറേബ്യയിൽ ഉപയോഗിക്കാം, കേരളത്തില് മുജാഹിദ് സെന്ററിൽ ഉപയോഗിക്കാം, മർക്കോദാവിൽ ഉപയോഗിക്കാം, പിന്നെ സുന്നിയോളം മർക്കോദിൽ ഉപയോഗിക്കാം, ലോകത്തെവിടെ ഉപയോഗിക്കാം. ആ കലണ്ടർ കൊടുത്തിട്ട് ആ കലണ്ടറിന് കളിയാക്കുക. ആ കലണ്ടറിലെ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയാനല്ലാതെ വൈരുദ്ധ്യം ചൂണ്ടിക്കളിക്കാനില്ല. ഈ കലണ്ടറാണെങ്കിൽ ഈ 4 കലണ്ടർ എടുത്ത് നോക്കിയാൽ മതി, വൈരുദ്ധ്യം കാണാം. എങ്ങനെ ഒരു ദിവസത്തിന് ഒന്നിലധികം തീയതി വരാം? ഒരു തീയതിക്ക് എങ്ങനെ ഒന്നിലധികം ദിവസം ഇങ്ങനെ 3T വെച്ചിട്ട് നോക്കുക ദിവസത്തെ? അങ്ങനെ ഉണ്ട് ചില സിനിമകൾ. ഒരു കന്നഡ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 കാണുന്ന രീതിയിലും വലുതായിട്ട് കാണുന്ന രീതിയിലൊക്കെ അത് 3Dയിലാണ് നമ്മൾ ആൾക്കാർ ദിവസത്തെ കണക്കൂട്ടുന്നത്. ഇത് അപഹാസ്യമാണ് സഹോദരങ്ങളെ. ഈ പരിഹാസ്യത കൊണ്ട് നാണം കൊണ്ട് തലവെക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് എന്തെല്ലാം നഷ്ടങ്ങൾ സഹിച്ചാലും ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറയുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്റെ മൗലവി സാഹിബ് ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടെന്താ കാര്യം? തീരുമാനിക്കേണ്ട ആൾക്കാർ നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെയാണ്. നേതാക്കന്മാരും പണ്ഡിതന്മാരും ഈ കാര്യത്തെക്കുറിച്ച് അതിഭയാനകമായ അവഗണനയും പുച്ഛവും പിന്നെ പുലർത്തിയിട്ട് ദുർവ്യാഖ്യാനം കൊണ്ട് അകമ്പടിയോടുകൂടി ഖുർആനെയും സുന്നത്തിനെയും അവരുടെ അവസ്ഥക്കനുസരിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ജനങ്ങളോട് പറയല്ലാതെ ഈ സങ്കടം ജനങ്ങളുടെ കോടതിയിൽ വെക്കാം, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടാകാൻ വേണ്ടില്ല. വണ്ടൂരിൽ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എന്നോട് ഒരാൾ പറഞ്ഞെന്നറിയോ, ചേകനൂറിന് ഒന്നിച്ച് കോഴിക്കോട് വിട്ടു പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാനിനി കൊതുക് പോരാൻ നൽകണം കഴിഞ്ഞ കൊതുക് പോരാൻ നൽകുമ്പോൾ ഉമ്മനോട് പറയത്ര, അമ്മ അരി കണ്ടട്ടോ, അരി ഇടണ്ട എനിക്കൊന്ന്, ഞാൻ തിരിച്ചു വന്ന് ഇട്ടാൻ മടിയെന്ന്. കാരണം ആരുടെങ്കിലും അടി കൊണ്ടിട്ട് ചത്തുപോയാലോ? ഉമ്മ അരി വെറുതാക്കണ്ടെന്ന് കൊതുക് പറയാറുണ്ട്, തമാശ ഉണ്ട് കുട്ടിക്കഥയിൽ. അതുപോലെയാണ് ഞാനും പോരാന് പറഞ്ഞു പോരല്. ഈ കാരണത്തിന്റെ പേര് ഒരു പേടിയില്ല. കാരണം നവോത്ഥാന പ്രസ്ഥാനത്തിനെ നവോത്ഥാനിപ്പിക്കാനാണ് നമ്മൾ പരിപാടി എടുക്കുന്നത്. വേറെ പേടിയൊന്നും നൃത്തക്കാരായ ആൾക്കാർക്ക് ശരിയാക്കിയിട്ട് കത്തിരി പാട് തന്നെയാണ്. നമ്മുടെ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു? ഈ ഇറാൻ കമ്മിറ്റിക്കാരുടെ പിന്നെ പഠനം കൊണ്ടിട്ട് ഞാൻ ആഴ്ചവട്ടത്തെ കുത്തുബ നടത്തുന്ന കാലത്ത്, അതായത് കൃത്യം പറഞ്ഞാൽ 79 പേർക്ക് KP മുഹമ്മദ് മൗലവിയാണ് ആഴ്ചവട്ടം, കോഴിക്കോട്ട് കോർപ്പറേഷന്റെ ആഴ്ചവട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള ആ പള്ളിയിൽ എന്നെ ഹത്തീബായിട്ട് ഏൽപ്പിച്ചിട്ട് 6 കൊല്ലം ഞാൻ 85 വരെ ഹത്തീബായിരുന്നു. ഈ 6 കൊല്ലക്കാലം ഇരാൽ കമ്മിറ്റിയുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി എത്ര പ്രസംഗം നടത്തിക്കണം, എത്ര ചീത്ത കേട്ടിക്കണം, എത്ര അടിയുടെ വക്ക് വരെ ഉണ്ടായിരിക്കണം. പെരുന്നാളുകളൊക്കെ മാറ്റുന്നവരാണ് കുഴപ്പക്കാരെന്നൊക്കെ പറഞ്ഞ് മുജാഹിദ് എഴുതുന്ന നോട്ടീസനുസരിച്ചും സർക്കുലർ അനുസരിച്ചിട്ട് ഞങ്ങളുടെ മിമ്പർ വന്ന് ഇന്ന ദിവസം നോമ്പാണ് പെരുന്നാളെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. എവിടെ പോയി? അത് പറ്റില്ല. സങ്കടം കൊണ്ട് പറയാനില്ല, സങ്കടം കൊണ്ട് പറയാം.
ഇത് നവോത്ഥാന പ്രസ്ഥാനമല്ല എന്ന് പറയേണ്ടി വരും ജനങ്ങളോട്. പിന്നെ അതുകൊണ്ട് ഇവരെ ഏറ്റെടുക്കണം, ഇവരിത് ഏറ്റെടുക്കണം. എന്ത് മുജാഹിദ് വിഭാഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാർ ഏറ്റെടുക്കണം. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ജമാഅത്തിനെ നമുക്ക് കാണാൻ വിരോധമൊന്നുമില്ല. അത് നന്നാക്കല്ല, അത് രാഷ്ട്രീയ നിലപാടല്ലേ പറഞ്ഞത്. അവർക്ക് ഏറ്റെടുക്കേണ്ടത്. കാരണം അവരുടെ നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞ ചിലത് ഞാൻ കേട്ടു. ഏതോ ഒന്ന് രണ്ട് കത്തിമാർ പറഞ്ഞത്ര തിങ്കളാഴ്ച ഞാൻ നോമ്പോക്കും, ചൊവ്വാഴ്ച ആ കാര്യം പറഞ്ഞിട്ടില്ല എത്ര കുത്തുപേര്. നാണക്കേടാണ് സഹോദരങ്ങളെ, നാണക്കേടാണ്. നിങ്ങൾക്ക് അതിന് ചങ്കൂറ്റില്ലെങ്കിൽ പറയണം നിങ്ങളത്. ചൊവ്വാഴ്ച ഞങ്ങൾ ഈദ്ഗാഹ് നടത്തുമെന്ന് പറയും. ഞങ്ങൾ കോഴിക്കോട് ഈദ്ഗാഹ് നടത്തുന്നത് നോട്ടീസ് പറഞ്ഞു കൊടുക്കിയത് ആളുകൾക്കൊക്കെ. കോഴിക്കോട്ടെ ഈദ്ഗാഹ് അറിയാം, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈദ്ഗാഹിന്റെ അവിടെ. നിങ്ങളിവിടെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം, നടത്തണം. ഒന്നും പേടിക്കണം. അതുകൊണ്ടൊരു ഭിന്നിപ്പുണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. എത്ര കൊല്ലായി? ഞാനിപ്പോ 6-7 കൊല്ലായി പിന്നെ ഈദ്ഗാഹിന് നേതൃത്വം വഹിക്കണം. ഒരു ചുക്കും വരാൻ പോലില്ല. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന്, ഒരു മുസ്ലിം സമുദായത്തിന്റെ ഭിന്നിപ്പ് അതുകൊണ്ട് ഉണ്ടാവില്ല. ഒരു ഇബാദത്ത് കൃത്യമായ സമയത്ത് ചെയ്തതിൽ എന്ത് ഭിന്നിപ്പ? അതല്ല ഭിന്നിപ്പ്. ഭിന്നിപ്പ് വേറെ നല്ല സംഗതികൾ നമ്മൾ കാണില്ലേ? കോടതിയിൽ അടിപിടിയും മദ്രസയിലും പള്ളിയിലും ഒക്കെ ചോരചിന്തലും കുഴപ്പം. അതിനൊന്നും നമ്മളില്ല. നമ്മുടെ ഈ വിഷയം ഞങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വളരെയേറെ പറഞ്ഞു പോയി കളയും, മാപ്പാക്കിക്കാളി. എന്റെ യുവത്വം കൊണ്ടെന്ന് വിചാരിച്ചോളി. 58-59 വയസ്സായിക്കണമെങ്കിൽ എന്റെ യുവത്വ ഈ വിഷയത്തിലുള്ള യുവത്വം കൊണ്ടാന്ന് വിചാരിച്ചോളി. വല്ല കടുപ്പുള്ള വാക്ക് പറഞ്ഞു പോയി എല്ലാവരും പൊരുത്തപ്പെട്ടാളി. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾക്ക് ബോധ്യമായിക്കണോ? നിങ്ങൾ ഇതിന്റെ പ്രചാരകരും ഇതിന്റെ പ്രവാചകന്മാരുമായി മാറണം. നിങ്ങൾ ഇത് ചില്ലറ സംഗതിയല്ല. നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഇപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട്. വിശുദ്ധ ഖുർആന്റെ ഡസൻ കണക്കിന് ആയത്തുകളെ നിർദ്ദേശങ്ങളാണ് വെല്ലുവിളി. ആ മനാദിലും ആ അഹില്യൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കാലഗണന നടത്താൻ കഴിയും. നടത്തണം. നിങ്ങൾ കണക്കും നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാക്കാൻ പറ്റും. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു തആല ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല, ഇത് ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ്. പടച്ചവന്റെ മഹത്തായ ഖുദ്റത്തിന്റെ അടയാളമാണിത്. സൂറത്ത് യൂനിസിന് 5-ാമത്തെ ആയത്താണ് ഞാൻ പറയുന്നത്. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات. അല്ലാഹു അവന്റെ ആയത്തുകൾ വിശദീകരിച്ചു തരികയാണ്. يفصل الآيات لعلكم تعلمون. നിങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു തആല അവന്റെ ആയത്തുകൾ വിശദീകരിച്ചു തരികയാണ്. ഇത് തമാശയല്ല എന്ന് അല്ലാഹു പറയുന്നത്. അല്ലാഹു തആല ഹക്കായിട്ടല്ലാതെ വളർത്തിട്ടില്ലാണ്. അപ്പൊ അതുകൊണ്ട് വൈകാരികപരമായിട്ട് എന്റെ വാക്കിൽ നിന്ന് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറന്നു പോവുകയും വൈജ്ഞാനികപരമായിട്ടും ആദർശപരമായിട്ടും ആശയപരമായിട്ടും താത്വികമായിട്ടും എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഖുർആനിലും സുന്നത്തിലും എന്നുള്ളതാണ്. അവ ഉൾക്കൊണ്ടുകൊണ്ട് ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകളുടെ വിശുദ്ധിന്, അതിന്റെ ആ പവിത്രത ഒരിക്കലും ലംഘിക്കാതെ ഇബാദത്തുകൾക്ക് അല്ലാഹു തആല നിർണയിച്ച കാലവും ദിവസവും സമയമൊക്കെ ഉണ്ട്. അവ പാലിച്ചുകൊണ്ട് ഇബാദത്തുകൾ കേടുകൂടാതെ സൂക്ഷിക്കുക. അതിന് റഹ്മാനായ റബ്ബിനെ തൗഫീഖ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനോടൊപ്പം ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സർവ്വാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ, ഗൗണശാസ്ത്രപരമായ കാര്യങ്ങൾ അലിമണിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ഈ വിഷയത്തിൽ ഞാൻ ഈ അൽഫനാർ എന്ന് പറയുന്ന ഒരു മാഗസിൻ പ്രസിദ്ധീകരിക്കുന്ന ഏതാനും കോപ്പികൾ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടു പോകാം. നിങ്ങൾ അഡ്രസ്സുകൾ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം. 60 രൂപയാണ് അതിന്റെ ഒരു വാർഷിക വരിസംഖ്യ നിർണ്ണയിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ പണം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ടല്ല, അത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ടു അല്ലാതെ എന്നുള്ള വരുമാനം കൊണ്ട് ഞാൻ ജീവിച്ചു പോകും. ഇത് വിറ്റ് പണം ഉണ്ടാക്കിയിട്ട് പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മുഴുവൻ തന്നെ ഈ രീതിയിൽ അലിമണിക്ക് ഫാന്, ഷുക്കൂർ സാഹിബ്, അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലുള്ള പ്രഗത്ഭന്മാരായ അനേകം ആൾക്കാരും ഈ ഉള്ളവനൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ 1074 പേജിൽ ഒരു ട്രൈ മന്ത്ലി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഈ ആശയങ്ങളൊക്കെ ഇഷ്ടംപോലെ ഈ ലേഖനങ്ങൾ വരുന്നുണ്ട്. 10 എണ്ണം ഇറങ്ങിക്കഴിഞ്ഞ് 10ാമത്തെ ലേഖനം കഴിഞ്ഞ ആഴ്ചയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിങ്ങൾ വരിക്കാരുമായി ചേരണം. അതിലേക്ക് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവർ അയക്കണം. കാരണം ഒരു നല്ല എമൗണ്ട് ഇതിന് ഓരോ ലക്ക ഇറങ്ങണമെങ്കിൽ വേഴും. ജനങ്ങൾ അതിനും വരിസംഖ്യ വന്നിട്ടൊന്നല്ല, വരിസംഖ്യ വന്നവർക്ക് മാത്രമല്ല അയക്കുന്നത്, എല്ലാവർക്കും അയച്ചു. പണ്ട് ഉമർ മൗലവി ചെറുസദീൻ നടത്തിയമായത് വിചാരിച്ചോളി. അങ്ങനെ ഒരു ഉമർ മൗലവിന്റെ ഒരു ശിഷ്യൻ എന്നാണ് ഞാൻ. അതുപോലെ ഒന്ന് ഇറക്കുന്നു.
ഇത് ഉപകാരപ്രദമാണ് ഈ വിഷയത്തിൽ എന്ന് മാത്രം ഞാൻ ഉണർത്തുകയാണ്. ഇതിനെ നിങ്ങൾ കൂടുതൽ പ്രചാരകരായ ആളുകൾ ഉണ്ടാക്കുക. അതിനനുസരിച്ച് ഞാൻ ഇൻഷാല്ലാഹ് കോപ്പി കൂടുതൽ അച്ചടിച്ചു കൊള്ളാം. റഹ്മാനായ റബ്ബ് നമ്മുടെ സതുദ്ദേശത്തെ മാനിച്ചുകൊണ്ട് അല്ലാഹു അതിനെ പ്രതിഫലം തരുമാറാകട്ടെ. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതങ്ങനെ തന്നെ സ്വീകരിക്കുവാനും ത്യാഗത്തോടുകൂടി അത് കൊണ്ടെടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസത്യത്തെ അസത്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. നാളെ പരലോകത്ത് നിങ്ങൾ എല്ലാവരും നരകത്തിൽ അല്ലാഹു നീ കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നീ മത നേതൃത്വത്തിന് വിവേകവും തന്റേടവും നൽകി മുസ്ലിം സമുദായത്തെ നല്ല നിലക്ക് നയിക്കുവാൻ റഹ്മാനായ റബ്ബിനെ തൗഫീഖ് ചെയ്യണേ. നാളെ പരലോകത്ത് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ. റഹ്മാനെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. സദഖല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ്. അതായത് 1430 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു കാര്യം ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. മാസനിർണയം, സമയനിർണയം, ഇതൊക്കെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സമയം അറിയാതെ നമസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ സമയം അറിയൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ദിവസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ദിവസം അറിയാതെ ചെയ്യാൻ പറ്റില്ല. വെള്ളിയാഴ്ച അറിയാതെ ജിമാ നടത്താൻ പറ്റില്ല. അതേപോലെ തന്നെ റമളാൻ മാസം വന്നോ ഇല്ലേ അറിയാതെ നോമ്പ് നോക്കാൻ പറ്റില്ല. അത് അവസാനിപ്പിക്കാനും ആ ദിവസം അറിയണം. അതേപോലെ തന്നെ ഹജ്ജ് അത് ചെയ്യാനും അതിന്റെ ദിവസം